ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ കവർ ചെയ്തു. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി അതെ കോസ്റ്റ് ഓഫ് കോമൺ ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക് അഥവാ കോസ്റ്റ് ഓഫ് ഓർഡിനറി ഷെയർസ്. സാധാ നോർമലി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നമുക്കൊക്കെ അറിയാവുന്ന ഷെയർ ക്യാപിറ്റലില്ലേ, ആ ഷെയർസിന് വരുന്ന കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് അതിനു മുമ്പ് ഞാൻ ഒന്നോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കോസ്റ്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക എന്താണ് റിട്ടേൺ കൊടുക്കേണ്ട വരിക എന്ന് നോക്കിയിട്ടാണ്. ഡെപ്റ്റ് ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആയിരിക്കും, പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും സാധാ കോമൺ ഇക്വിറ്റി ആണെങ്കിലും അത് ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. എപ്പോഴും നമ്മൾ ഡിവൈഡഡ് ബൈ P0 ചെയ്യുന്നുണ്ടാവും. കാരണം എത്ര കറണ്ട് മാർക്കറ്റ് വാല്യൂവിൽ എത്ര ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോസ്റ്റ് വരുന്നത്. അതായത് എത്ര ക്യാപിറ്റൽ എനിക്ക് കറണ്ട് മാർക്കറ്റ് വാല്യൂവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോസ്റ്റായ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ഞാൻ ഈ കോസ്റ്റായ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് ബൈ P0 ചെയ്യേണ്ടത്. ഇതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് കോമൺ ഇക്വിറ്റി. ഓക്കെ, സോഴ്സസ് ഓഫ് കോമൺ ഇക്വിറ്റി എന്തൊക്കെയാണ് സോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നൊക്കെ കോമൺ ഇക്വിറ്റി എടുക്കാമെന്ന്. ഒന്ന്, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കമ്പനിയുടെ തന്നെ പ്രോഫിറ്റാണ്. ഇങ്ങനെ നോക്കാം, കമ്പനി കഴിഞ്ഞ വർഷം 1,00,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇതിൽ ഒരു 40,000 ഇവരെന്ത് ചെയ്തു? ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്തു. ബാക്കി 60,000 ഇവരെന്ത് ചെയ്തു? റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്തു. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് കീപ്പ് ചെയ്യുന്നത് എന്തിനാണ്? വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അപ്പോൾ പുറത്തുനിന്ന് പോയി പൈസ എടുക്കണ്ടല്ലോ, കമ്പനി തന്നെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഉണ്ട്. ശരിക്കും ഈ 60,000 കൂടി ആർക്ക് കിട്ടേണ്ടതായിരുന്നു? ഡിവിഡൻഡ് പോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോകേണ്ടതാ. അവർക്കല്ലേ കമ്പനിയുടെ ലാഭം കിട്ടണ്ടേ, അവരല്ലേ മുതലാളിമാർ. ബട്ട് അവർക്കിപ്പോൾ കൊടുക്കാതെ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക? അടുത്ത വർഷത്തേക്ക് എവിടെയെങ്കിലും റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പൈസ ശരിക്കും ആര് കൊടുക്കുന്നതാടാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുന്ന. അവർക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് അവരിപ്പോൾ വേണ്ട, അടുത്ത വർഷം ഒന്നുകൂടെ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ളതാണ് ആദ്യത്തെ സോഴ്സ് ഓഫ് കോമൺ ഇക്വിറ്റി. കണ്ടോ, റീഇൻവെസ്റ്റഡ് പ്രോഫിറ്റ് ആണ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കി അത് ഡിവിഡൻ്റ് ആയിട്ട്, ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ആസ് ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്യുന്നതിന് പകരം റീഇൻവെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുക. ഓക്കെ അല്ലേ? രണ്ടാമത് നല്ല പുതിയ കോമൺ ഇക്വിറ്റി, നല്ല പുതിയ ഫ്രഷ് ഇപ്പോൾ അടിച്ചെടുത്ത ഷെയർസ്, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. ഓക്കെ ആണല്ലോ. പിന്നെ പറയുന്ന കേട്ടോടാ, ബോത്ത് ഹാവ് ദ സെയിം റിക്വയർഡ് റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇത് രണ്ടിനും വരുന്നത് സെയിം റിട്ടേണാണ് വരുന്നത്. കാരണം എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറയും ഞങ്ങൾ പുതിയ ഷെയർ മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡിവിഡൻഡ് തരണം. അല്ല, ഞങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പൈസ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട പൈസയാണ്, ഡിവിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരേണ്ട പൈസ വെച്ച് നിങ്ങൾ വീണ്ടും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെന്ന് തന്നെയാണ്. കമ്പനി വേറെ, ഓണേഴ്സ് വേറെ, അങ്ങനെ തന്നെയല്ലേ? അതല്ലേ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ പറയാം ഞങ്ങൾക്ക് മുതലാളിമാരായ ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റാണ്, അത് ഞങ്ങൾക്ക് തരാതെ കമ്പനിയിൽ വെച്ച് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല, കമ്പനിക്ക് വീണ്ടും തരിക. അപ്പം അതിന് നമുക്ക് റിട്ടേൺ കിട്ടണ്ടേ? സെയിം റിട്ടേൺ ആയിരിക്കും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണെങ്കിൽ ന്യൂ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതായത് പുതിയ ഈ അണ്ടർറൈറ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർറൈറ്റിംഗ് കമ്മീഷനോ ഇഷ്യൂ കോസ്റ്റോ ലീഗൽ ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഓൾറെഡി കമ്പനിയുടെ അകത്തുള്ള പൈസയാണ്. ന്യൂ ഷെയർസ് ആണെങ്കിൽ എന്ത് വരും? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ടാവും. ഈ പ്രിൻ്റ് അടിക്കുന്ന പൈസ, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ മുതലായ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് ആലോചിച്ച് നോക്കടാ, ഏതാ കൂടുതൽ എക്സ്പെൻസീവ്? ഓഫ് കോഴ്സ് ന്യൂ ഷെയർസ് ആണ്. ന്യൂ ഷെയർസ് ആണെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായില്ലേ? സോ ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് കിട്ടി. റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പുത്തൻ കോമൺ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ ആണല്ലോ. ആദ്യത്തെ കാര്യം കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ് കൊടുക്കേണ്ടി വരിക?
ഇതിനിങ്ങനെ പഠിക്കണ്ട. റിട്ടേൺ ഏർണിങ്സ് ആണെങ്കിലും അതെ, പുതിയ ഷെയർസ് ആണെങ്കിലും ഒക്കെ അതെ, സെയിം കോസ്റ്റ് തന്നെയാണ് വരിക. അതിന് ഇവിടെ ഒരു ഫോർമുല ഇത് കണ്ടോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക അതിനെ. റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് കുഡ് ഏൺ എൽസ്വെയർ. അതായത് അവരിത് ഇവിടെ റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് വെച്ചില്ലെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് എടുത്തിട്ട് പോവാം, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് റിട്ടേൺ ഉണ്ടാക്കാം. സോ അത് അവരെടുക്കാതെ കമ്പനിയിൽ തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാണ്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വേണ്ടാന്ന് വെക്കുന്ന വരുന്നൊരു ലാഭം ഉണ്ട് അപ്പുറത്ത്. സോ അതുകൊണ്ടാണ് ഇവർ റിട്ടേൺ ചോദിക്കുന്നത്. ഇനി ഇതിനൊരു ഫോർമുല വരുന്നുണ്ട്, അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാലോ. രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത് നമ്മൾ വാല്യുവേഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാല്യുവേഷൻ ഓഫ് ഷെയർ P0 കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തത്? ഓർമ്മയുണ്ടോ? D1 ഡിവൈഡഡ് ബൈ R മൈനസ് G. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. ഇപ്പം നമുക്ക് അറിയേണ്ടത് എന്താ? ഈ R ആണ് അറിയേണ്ടത്. റേറ്റ് ഓഫ് റിട്ടേൺ അതല്ലേ കോസ്റ്റ്. R ആണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് P0 = D1 ഡിവൈഡഡ് ബൈ R മൈനസ് G. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, R മൈനസ് G = D1 ബൈ P0. പറഞ്ഞൂടെ? R മൈനസ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 ബൈ P0. അവിടുത്തെ സാധനത്തെ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് കൊണ്ടുവന്നു, ഇവിടുത്തെ ഡിനോമിനേറ്ററെ അപ്പുറേക്കും കൊണ്ടുപോയി. നമുക്ക് വേണ്ടത് R ആണ്. സോ ഒന്നോടെ എടുത്ത് എഴുതിയാൽ D1 ഡിവൈഡഡ് ബൈ P0. ഈ മൈനസ് ജീനെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് G ആവും. ഇത് തന്നെയല്ലേ ഫോർമുല? നോക്കിക്കേ, ഇത് തന്നെയല്ലേ ഫോർമുല. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ P0 പ്ലസ് ഗ്രോത്ത്. ഇനി വേറെ രീതിയിൽ പറയാനാണെങ്കിൽ സിമ്പിൾ എടാ, ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടാവും, ഡിവിഡൻഡ് അല്ലേ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള P0. ചിലപ്പോൾ കോമൺ ഷെയർസ് ആവുമ്പോൾ ഫിക്സഡ് ഡിവിഡൻഡ് അല്ല. എന്താ പറഞ്ഞു? ഫിക്സഡ് ഡിവിഡൻഡ് അല്ല. പിന്നെ ആർക്കാടാ ഫിക്സഡ് ഡിവിഡൻഡ്? ലാസ്റ്റ് വീഡിയോ. പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഫിക്സ്ഡ് ഡിവിഡൻഡാണ്. 8% അല്ലെ 10% ഫിക്സ്ഡ് ആയിട്ടായിരിക്കും അവിടെ അവർക്ക് കിട്ടുന്നുണ്ടാവുക. എടാ ഈ 8ഉം 10ഉം ഒക്കെ എക്സാമ്പിൾ പറയുന്ന കേട്ടോ, ഏത് റേറ്റ് വേണമെങ്കിലും ആവാം, 5, 6, 7 എന്ത് വേണേലും ആവാം. ഓക്കെ, ഇവിടെ പക്ഷേ ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. ഇവർ കമ്പനിയുടെ മുതലാളിമാരായതുകൊണ്ട് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും. എല്ലാ വർഷവും ഒരു 5% ഗ്രോത്ത് തരാമെന്ന് പറയുന്നുണ്ടാവും. സോ അതുകൊണ്ട് എന്തുകൂടി ആഡ് ചെയ്യണം? ഗ്രോത്ത് കൂടി ആഡ് ചെയ്യണം. അതാണ് ഈ ഫോർമുല. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ P0 പ്ലസ് ഗ്രോത്ത്. ഇതാണ് ഫോർമുല വരുന്നത്. കണ്ടോ? D1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ പേ ചെയ്യാൻ പോകുന്ന ഡിവിഡൻഡ്. D0 ആണെങ്കിൽ കറണ്ട് ഡിവിഡൻഡ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, കറണ്ട് ഡിവിഡൻഡ് 100 ആണെന്ന് പറഞ്ഞു, 10% ഗ്രോത്ത് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ D1 എന്തായിരിക്കും? കറണ്ട് ഡിവിഡൻഡായ 100ൻ്റെ കൂടെ 10% കൂടി കൂട്ടി 110 ആയിരിക്കും D1. ഇങ്ങനെ വേണം D1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സോ D1 എന്നുള്ളത് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻഡ്. P0 എന്ന് പറഞ്ഞാൽ കണ്ടോ, കറണ്ട് ഷെയർ പ്രൈസ് തന്നെ, ഇപ്പോൾ ഉള്ള മാർക്കറ്റ് വാല്യൂ, കറണ്ട് ഷെയർ പ്രൈസ്. G എന്ന് പറഞ്ഞാൽ അടുത്ത വർഷങ്ങളിലൊക്കെ കിട്ടാൻ പോകുന്ന ഗ്രോത്ത് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, G വേണ്ട, D/B തന്നെ മതി. പ്രിഫറൻസ് ഷെയറിൻ്റെ അതേ ഫോർമുല ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട് കോമൺ സ്റ്റോക്ക് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ഒരു ഫോർമുല വന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. D എന്നുള്ളത് 0.75 ആണെന്ന് തന്നിട്ടുണ്ട്. ഗ്രോത്ത് 4% ആണ് തന്നിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് $21 ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മുടെ ഫോർമുല D1 ഡിവൈഡഡ് ബൈ P0 പ്ലസ് ഗ്രോത്ത്. D1ലേക്ക് എത്തണമെങ്കിൽ ഇത് കറണ്ട് ഡിവിഡൻഡാണ്, അതിൻ്റെ കൂടെ ഗ്രോത്ത് ആഡ് ചെയ്യണം. സോ 0.75 പ്ലസ് 4% ചെയ്ത് നോക്കട്ടെ. 0.75 പ്ലസ് 4% 0.78 എന്ന് കിട്ടി. സോ ആദ്യത്തെ സാധനം കിട്ടി 0.78. ഇനി P0 തന്നിട്ടില്ലേ? ഉണ്ട്, 21 പ്ലസ് ഗ്രോത്ത് എത്രയാ? 4%. ചെയ്തു നോക്കിക്കേടാ. 0.78 ഡിവൈഡഡ് ബൈ 21 ചെയ്യുമ്പോൾ
എത്ര കിട്ടി? 3.71% എന്ന് കിട്ടി. 3.71%. അതിൻ്റെ കൂടെ 4% കൂടെ ആഡ് ചെയ്യുക. 7.71% ആയിരിക്കും നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. യെസ് നോക്ക്, അതെ കണ്ടോ, ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഫ്യൂച്ചറിലെ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 കറണ്ട് ഡിവിഡൻഡ്, 10% ഗ്രോത്ത് ഉണ്ട്. സോ 100ൻ്റെ കൂടെ 10% കൂടെ ആഡ് ചെയ്തു 110 D1. അതുപോലെ ഇവിടെ 0.75 ആണ്. ഗ്രോത്ത് 4% ഉണ്ട്, അത് ആഡ് ചെയ്തു. 0.75ൻ്റെ കൂടെ 4% ആഡ് ചെയ്തു. D1 എന്നുള്ളത് 0.78 ആണ് കിട്ടി. P0 കറണ്ട് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 21 ആണ്. ഗ്രോത്ത് 4% ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടോ 7.71 ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. വളരെ സിമ്പിളാണ് അല്ലേ? ഭയങ്കര സിമ്പിളാണ്. കാൽക്കുലേഷനൊക്കെ നമുക്കിങ്ങനെ രസത്തിൽ ചെയ്ത് പോകാൻ പറ്റും. വളരെ ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. ഡെപ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് ആയിരിക്കും ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഇക്വിറ്റി ആണെങ്കിൽ അവിടെയും ഡിവിഡൻഡാ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ഗ്രോത്ത് ഉണ്ടെങ്കിൽ പ്ലസ് ഗ്രോത്തും കൂടെ ആഡ് ചെയ്യുക. ഡൺ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകും. അവിടെ ചെറിയൊരു എക്സാം ടിപ്പ് ഉണ്ട്. ഓൾവേസ് യൂസ് നെക്സ്റ്റ് ഡിവിഡൻഡ്, നോട്ട് ലാസ്റ്റ് ഡിവിഡൻഡ്. കറണ്ട് ഡിവിഡൻഡ് തന്നിട്ടുണ്ടാവും, അതല്ല നമ്മൾ എടുക്കേണ്ടത്. ഗ്രോത്ത് വരുന്നുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് D1 വേണം നമ്മൾ എടുക്കാൻ. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഈ 0.75 അല്ല നമ്മൾ എടുക്കേണ്ടത്, അതിൻ്റെ കൂടെ ഗ്രോത്തും കൂടെ ആഡ് ചെയ്ത് 0.78 വേണം എടുക്കാൻ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്റ്റ്ലി തരും നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ടു ബി പെയ്ഡ് ഇൻ 1 ഇയർ, അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് ആഫ്റ്റർ 1 ഇയർ എന്നൊക്കെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ D1 ആയിട്ട് എടുക്കുക. കറണ്ട് ഡിവിഡൻഡാണ് തന്നേക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഗ്രോത്തും കൂടി ആഡ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് വേണം എപ്പോഴും ന്യൂമറേറ്റർ ആയിട്ട് എടുക്കാൻ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതൊരു മോഡലിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താടാ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇപ്പം നമ്മളിത് കണ്ടുപിടിച്ച എന്തിൻ്റെ ബേസിസിലാണ്? റിട്ടേണിൻ്റെ ബേസിസിൽ കണ്ടുപിടിച്ചു, അതായത് ഡിവിഡൻറ്റിൻ്റെ ബേസിസിൽ. ഇനി നമുക്ക് വേറൊരു രീതി കണ്ടുപിടിക്കാം, റിസ്കിൻ്റെ ബേസിസിൽ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CAPM. നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. R എന്ന് പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത് RF പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു റിസ്ക് ഓഫ് മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഇത് തന്നെയാണ് നിങ്ങളുടെ CAPM ഇവിടെയും വരുന്നത്. RF എന്നുള്ളത് റിസ്ക് ഫ്രീ റേറ്റ്, ബീറ്റ എന്നുള്ളത് മാർക്കറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക്, RM മൈനസ് RF മാർക്കറ്റിലെ കിട്ടുന്ന റിസ്ക് പ്രീമിയം. ഇത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വാല്യുവേഷൻ ഓഫ് ഷെയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ സെക്ഷൻ B തുടങ്ങിയപ്പോൾ തന്നെ CAPM നമ്മൾ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടാവില്ല, കാരണം അത്രയും തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? എപ്പോഴും പറയുക, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന എന്താ? റിട്ടേണാണ്. ഇൻവെസ്റ്റർക്ക് കിട്ടേണ്ട റിട്ടേൺ ആണല്ലോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ടുള്ളത് 1%. അതായത് ഒരു റിസ്ക്കും ഇല്ലാത്ത ട്രഷറി ബിൽസ്, ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബിൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1% റിട്ടേൺ കിട്ടും. 1% റിട്ടേൺ കിട്ടും. പക്ഷെ നമ്മളോ കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. RM എന്ന് പറഞ്ഞുകൊണ്ടോ 8% മാർക്കറ്റ് റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ കിട്ടണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന എത്രയാടാ? 8 മൈനസ് 1, 7% നമ്മൾ എക്സ്ട്രാ റിസ്ക് എടുക്കുന്നുണ്ട്. 7%. 8 ആണ് മാർക്കറ്റിലെ റിസ്ക് ഫ്രീ റേറ്റ് 1 ആണ്. സോ 7% എക്സ്ട്രാ റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ റിസ്ക് ഇച്ചിരി കുറവാണ്, 1 ഇല്ല, 0.9 ഉള്ളൂ. സോ 0.9 ഇൻറ്റു 7 വേണം ചെയ്യാൻ. ഒന്ന് ചെയ്ത് നോക്കിക്കേടാ. 1 റിസ്ക് ഫ്രീ റേറ്റ് ഇവിടെ തന്നെ എഴുതാം, ഫോർമുലയുടെ താഴെ തന്നെ. 1 ആണ് റിസ്ക് ഫ്രീ റേറ്റ്. ബീറ്റ ഇക്വിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് 8 മൈനസ് 1 ചെയ്ത് 7 കിട്ടി. എത്രയാണ് കിട്ടുക നോക്കിക്കേ? 7 ഇൻറ്റു 0.9 പ്ലസ് 1, 7.3 എന്ന് കിട്ടും. 7.3% അല്ലേ? അതെ, 7.3% കിട്ടി. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ CAPM വെച്ച് കണ്ടുപിടിക്കുന്ന 6 തന്നെയാണ് ഇക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 2 മെത്തേഡിൽ നമ്മൾ പഠിച്ചു. റിസ്കിൻ്റെ ബേസിസിനാണെങ്കിൽ CAPM യൂസ് ചെയ്യുക. എന്തോ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കോസ്റ്റും.
എത്ര റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കോസ്റ്റ് കൂടുന്നുണ്ടാവും. അതായത് റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് അപ്പുറമുള്ള ആൾക്ക് റിട്ടേൺ കിട്ടണം അല്ലേ? റിസ്ക് അയാൾ കൂടുതൽ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടണം. ആ കൂടുതൽ കിട്ടുന്ന റിട്ടേൺ ആണ് നമുക്ക് കൂടുതൽ വരുന്ന കോസ്റ്റ്. അത്രേ ഉള്ളൂ. ഡിവിഡൻഡ് വെച്ച് ചെയ്യാം. എങ്ങനെ? D1/P0 പ്ലസ് G. റിസ്ക് വെച്ച് ചെയ്യാം. എങ്ങനെ? RF പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രീമിയം. ഓക്കെ അല്ലേ? മാർക്കറ്റ് പ്രീമിയം ആണ് RM മൈനസ് RF. റിസ്ക് പ്രീമിയം എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സാധനം നോക്കാം. പ്രിഫറൻസ് ഷെയർ ഈ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൽ എന്തായിരുന്നടാ? ഡിവിഡൻഡ് ബൈ P0 ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ P0 എന്നുള്ളത് മാർക്കറ്റ് വാല്യൂ ആണ്. ബട്ട് മാർക്കറ്റ് വാല്യൂ ഒന്നും എടുക്കാനില്ല. ന്യൂലി ഇഷ്യൂഡ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എടുക്കും. ഇവിടെയും അതുപോലെ തന്നെ P0 ആയിട്ട് എടുക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ആണ്. ബട്ട് ന്യൂലി ഇഷ്യൂഡ് കോമൺ സ്റ്റോക്ക് ആണെങ്കിൽ PN വേണം എടുക്കാൻ. ബാക്കിയൊക്കെ സെയിമാ. മുകളിൽ D1 തന്നെ പ്ലസ് G തന്നെ. ബട്ട് PN എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രൊസീഡ്സ്, ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഓൾറെഡി എക്സിസ്റ്റിംഗ് കാരണം നമ്മൾ എപ്പോഴും, ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റ് വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം മാർക്കറ്റ് വാല്യൂ 1000 ഉള്ള ഒരു ലോൺ നോട്ട്, ഇപ്പം മാർക്കറ്റ് വാല്യൂ 1000 ഉള്ള ഒരു ഇക്വിറ്റി ഷെയർ, അതിന് ഞാൻ ഇത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു, ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അത് എത്ര ശതമാനമാണ്? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും മാർക്കറ്റ് വാല്യൂ തന്നെ എടുക്കുന്നത്. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ആണെങ്കിൽ ഡയറക്റ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നു. അല്ല ന്യൂലി ഇഷ്യൂഡ് ആണെങ്കിൽ എത്ര നമുക്ക് ഇപ്പം വിറ്റാൽ കയ്യിൽ കിട്ടും അതറിയണ്ടേ. ഇപ്പം വിറ്റാൽ എത്ര കയ്യിൽ കിട്ടും, അതുകൊണ്ടാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നത്. ന്യൂലി ഇഷ്യൂഡ് ഷെയർ ആണെങ്കിൽ ഇപ്പതേ പൈസ കിട്ടിയേ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് വന്ന ചിലവായിട്ടുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റുകൾ കുറച്ച് കളയുക. ഓക്കെ അല്ലേ? സോ കണ്ടോ, ഫോർമുലയൊക്കെ സെയിം ആണ്. സിമിലർ ടു DGM, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൻ്റെ സെയിം ആണ്. ബട്ട് P0 ആയിട്ട് എടുക്കേണ്ടത് ഇഷ്യൂ കോസ്റ്റ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിരിക്കണം. പിന്നെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ന്യൂലി ഇഷ്യൂഡ് ഷെയർസിന് ഓൾറെഡി ഉള്ള റീറ്റെയിൻ ഏർണിങ്സിലുള്ള ഷെയർസിനെക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം എന്താ? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോസ്റ്റും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഓൾവേസ് കോസ്റ്റ് ഓഫ് ന്യൂലി ഇഷ്യൂഡ് ഷെയർസ് ഈസ് ഹയർ ദാൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നില്ല, ന്യൂലി ഇഷ്യൂഡ് ആണെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടി വരുന്നുണ്ട്. ഡൺ. സോ നമുക്ക് എക്സാം ടിപ്പായിട്ട് പറഞ്ഞേക്കാനുണ്ടോ? ഇഷ്യൂ പ്രൈസ് തന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് തന്നെ എടുക്കുക. ഇഷ്യൂ പ്രൈസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തന്നെ എടുക്കുക. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയേക്കുന്ന കീ ടേക്ക് അവേഴ്സും കൂടെ നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ദെൻ ന്യൂ ഇക്വിറ്റി ഇഫ് മോർ ഫണ്ട്സ് ആർ നീഡഡ്. നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് എപ്പോഴും റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരിക്കണം. കാരണം അതിന് ഫ്ലോട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല, ഒന്നുകൂടി ചീപ്പായിരിക്കും ന്യൂ സ്റ്റോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത് DGM യൂസ് ചെയ്യേണ്ടത് ഡിവിഡൻഡ് ആണ് തരുന്നതെങ്കിൽ, എത്ര ഡിവിഡൻഡ് പേ ചെയ്തു എന്നാണ് തരുന്നതെങ്കിൽ D1/P0 പ്ലസ് G വേണം ചെയ്യാൻ, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. അല്ല, ഡിവിഡൻസിൻ്റെ കാര്യം ഒന്നും തന്നിട്ടില്ലെങ്കിൽ റിസ്ക് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? CAPM കൺസിഡർ ചെയ്യണം. ആൻഡ് ന്യൂ ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതൽ ഹയർ ആയിരിക്കും. കാരണം ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടി വരുന്നുണ്ട്. സോ ക്ലിയർ അല്ലേ? എല്ലാവർക്കും എല്ലാ കാര്യവും നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ മെയിൻ ഫൈനൽ വൈൻഡപ്പ് കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പഠിച്ചു. നമുക്ക് എഴുതി തന്നെ പറയാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പഠിച്ചു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പഠിച്ചു. ഒരു കമ്പനിക്ക് ഡെപ്റ്റ് ഫിനാൻസ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, ഇക്വിറ്റി ഫിനാൻസ് ഉണ്ടാവും. സോ ഈ 3 കോസ്റ്റും വരുന്നുണ്ടാവും. സോ ടോട്ടൽ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇൻഡിവിജ്വലായിട്ട് നമ്മളെല്ലാം പഠിച്ചു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെ ചെയ്യാം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എങ്ങനെ ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ ചെയ്യാം, എല്ലാം ഉണ്ടാവുമല്ലോ കമ്പനീസിന്. സോ വാക് ഇതിൻ്റെ എല്ലാം വെയ്റ്റഡ് ആവറേജ് ആണ് ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ എല്ലാ കോസ്റ്റിൻ്റെയും വെയ്റ്റഡ് ആവറേജ് ആണ് ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാക് ഫൈനൽ വിഷയം. അടുത്ത വീഡിയോയിലേക്ക് വിട്ടോ, അതോടുകൂടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കലാഷ്. ഗുഡ് ലക്ക് ഓൾ.